ലീന മകളാണെന്ന് വൈജയന്തി തിരിച്ചറിയുന്നു. അങ്ങനെ പ്രിയ പ്രേക്ഷകരെ, കൂട്ടുകാരെ, വൈജയന്തിയുടെ കണ്ണ് തുറക്കാനായിട്ട് ഒടുവിൽ മനു തന്നെ വേണ്ടി വരുന്നു എന്ന് കാണാനായിട്ട് കഴിയും സാത്വികം. അതായത് പലതവണ മനു ആലോചിക്കുന്നുണ്ട് പറയണോ എന്ന്. ഒടുവിലാണ് വൈജയന്തി അലീനയെക്കുറിച്ച് ഓരോ അപവാദങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കുമ്പോഴാണ് മനുവിൻ്റെ കയ്യിൽ നിന്നും പോകുന്നത് എന്ന് കാണാം. അലീന ഒരു വൃത്തികെട്ടവളാണെന്നും കൂടാതെ തന്നെ അവളെപ്പോലൊരു നാശത്തെ ഒരിക്കലും താൻ മറക്കില്ലെന്നും പറയുന്നൊരു വൈജയന്തി. ഇതേ സമയമാണെങ്കിൽ ആൻറ്റി അലീനയെ കുറ്റം പറയാൻ ആൻറ്റിക്ക് എന്ത് യോഗ്യതയാണുള്ളത് എന്ന് മനു ചോദിക്കുന്നത് കാണാൻ കഴിയും സാത്വികം. ആൻറ്റി ചെയ്യുന്ന തെമ്മാടിത്തരവും ആൻറ്റി ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങളൊക്കെ ആലോചിച്ചാൽ ആൻറ്റി അലീനയെക്കാളും 10,000 മടങ്ങ് താഴെയാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും സാത്വികം. അതെന്താടാ മനു നീ അങ്ങനെ പറഞ്ഞത്? ഓ, നിൻ്റെ കാമുകിയെ പറഞ്ഞപ്പോൾ നിനക്ക് പുള്ളിയല്ലേ എന്ന് ചോദിക്കുന്നത് കാണാൻ കഴിയും സാത്വികം. അതായത് അവളെ പറഞ്ഞാൽ എനിക്ക് വേദനിക്കുമെന്ന് മനു പറയുകയാണ്. സത്യം പറഞ്ഞാൽ ആൻറ്റിക്ക് ആൻറ്റിയുടെ കാര്യം നോക്കിയാൽ പോരെ? ആൻറ്റി വിചാരിച്ച കാര്യം ഏതാണ്ട് നടന്നില്ലേ? പിന്നെയും അലീനയെ എന്തിനാണ് കുറ്റം പറയുന്നത് എന്ന് മനു ചോദിക്കുന്നത് കാണാൻ സാധിക്കും. ആൻറ്റിയുടെ അടുത്ത് അലീന എന്ത് തെറ്റാണ് ചെയ്തത് എന്നും നമ്മുടെ ചോദിക്കുന്നു, മനു ചോദിക്കുന്നു. ഇതേ സമയം അവൾ ചെയ്തതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ തൊലി ഉരിഞ്ഞു പോകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. എന്നെയും എൻ്റെ മക്കളെയും എൻ്റെ ഭർത്താവിനെയും തമ്മിൽ തല്ലിക്കാനായിട്ട് അവൾ ഒരുപാട് കളികൾ ഇവിടെ നടത്തിയെന്ന് തനിക്കറിയാമെന്ന് പറയുന്ന ഒരു വൈജയന്തി. ഇതേ സമയം ആൻറ്റിയുടെ മക്കൾ ആൻറ്റിയോട് ദേഷ്യം കാണിക്കുന്നത് എന്താണെന്ന് ആൻറ്റി ഇതുവരെ ചിന്തിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് മനു. അതിനെക്കുറിച്ച് വല്ല ധാരണയുണ്ടോ? അതറിയാനെങ്കിലും ആൻറ്റി ശ്രമിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണെങ്കിൽ നമ്മുടെ വൈജയന്തി ഉത്തരം മുട്ടി നിൽക്കുകയാണ് എന്ന് കാണാൻ കഴിയും. അത് വേറൊന്നുമല്ല, ആൻറ്റിയെക്കുറിച്ചുള്ള പല കഥകളും പല സത്യങ്ങളും അവർക്ക് അറിയാമെന്ന് പറയുന്നത് കാണാം. ആൻറ്റിയുടെ പാസ്റ്റിൽ ആൻറ്റി ചെയ്തു വച്ചിരിക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെ എന്ന് പറയുമ്പോൾ ഞാൻ എന്ത് ചെയ്തെന്നാടാ മനു നീ പറഞ്ഞു വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അത് എനിക്കെന്തായാലും ഇപ്പം പറയാനായിട്ട് കഴിയില്ല എന്ന് പറയുന്നു. പിന്നെ ആൻറ്റിയാണെങ്കിൽ നാശം, ശല്യം എന്നൊക്കെ പറയുന്ന ആ അലീനയിലെ അവളെക്കുറിച്ച് ആൻറ്റി വിചാരിച്ച് വെച്ചിരിക്കുന്നതൊക്കെ 90% തെറ്റാണ് എന്ന് പറയുന്നത് കാണാൻ കഴിയും. അവൾ പോയി എന്ന് വിചാരിച്ച് വെച്ചിട്ടില്ലേ? അവളുടെ ശല്യം ഇനി ഉണ്ടാകില്ല എന്ന് വിചാരിച്ച് വെച്ചിട്ടില്ലേ? അതൊക്കെ വെറും ആൻറ്റിയുടെ ചിന്തകളും തെറ്റിദ്ധാരണകളും മാത്രമാണ് എന്ന് ആര് പറയുന്നു? മനു പറയുന്നു. ആൻറ്റിക്ക് മക്കളുടെയും ഭർത്താവിൻ്റെയും ഇഷ്ടം നോക്കാനല്ല ആഗ്രഹം. ആൻറ്റിയുടെ സ്വന്തം കാര്യം ആൻറ്റിക്ക് നോക്കാനാണ് ആഗ്രഹം, ഇഷ്ടമെന്ന് മനു പറയുകയാണ്. അതുകൊണ്ട് തന്നെയാണല്ലോ ഒരുപാട് കെണിയിൽ, ഒരുപാട് പ്രശ്നങ്ങളിൽ ആൻറ്റി ചെന്ന് ചാടിയിട്ടുള്ളത് എന്ന് പറയുന്നു. അതിൻ്റെ നാറ്റം ഇപ്പോഴും ആൻറ്റിയെ വിട്ട് പോയിട്ടില്ല എന്ന് പറയുന്നു. എന്തൊക്കെയാടാ നീ പറഞ്ഞു വരുന്നത് മനു? എനിക്ക് എന്ത് പാസ്റ്റ് ഉണ്ടെന്നാണ് നീ പറയുന്നേ എന്ന് ചോദിക്കുമ്പോൾ ആൻറ്റി അതുകൂടി ഞാൻ വെളിപ്പെടുത്തണോ? അതിൻ്റെ ആവശ്യകതയില്ല. ആൻറ്റി ഒന്നും മനസ്സ് വെച്ചാൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ എന്ന് പറയുന്നത് കാണാൻ കഴിയും സാധിക്കും. ഇതേ സമയമാണെങ്കിൽ ജയന്തിയാണെങ്കിൽ മനുവിനോട് പറയാണ്,
നീ പറയുന്നത് ഒന്നും തന്നെ എനിക്ക് മനസ്സിലാകുന്നില്ല അലീന. അവൾ ഇനി ഒരിക്കലും ഈ വീട്ടിൽ തിരിച്ചു കയറില്ല എന്ന് മാത്രം എനിക്കറിയാം. തിരിച്ചു കയറാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞു വയ്ക്കുന്നു. ആൻറ്റിയുടെ സമ്മതമൊക്കെ ആർക്ക് വേണം? അതിനത് ആൻറ്റിയുടെ വീടാണോ? അല്ല, ഇത് അങ്കിളിൻ്റെ വീടല്ലേ എന്ന് ചോദിക്കുന്നു. കൂടാതെ ഇവിടെ അങ്കിള് പറഞ്ഞു കഴിഞ്ഞാൽ ആൻറ്റിക്ക് എന്ത് അധികാരമാണുള്ളത്? ഇപ്പോൾ അലീന പോയത് അലീനയുടെ ഇഷ്ടപ്രകാരം മാത്രമാണ്. ഇവിടെ ആർക്കും വിടണമെന്നൊന്നും ഉണ്ടായിരുന്നില്ല. ആൻറ്റിക്ക് വേണ്ടി തന്നെയാണ് അവൾ പോയത് എന്ന് പറയുന്നു. അത് കേട്ടതും അവളല്ലേ ഈ പ്രശ്നങ്ങളൊക്കെ തുടങ്ങി വെച്ചത്. അപ്പോൾ ഒഴിഞ്ഞു പോകേണ്ടതും അവളുടെ മനസാക്ഷിയല്ലേ, അവളുടെ ഇത് പ്രശ്നമല്ലേ എന്ന് ചോദിക്കുകയാണ്. ഇതേ സമയം അതൊക്കെ ശരിയാ, പക്ഷേ ആൻറ്റി സത്യം പറഞ്ഞാൽ അലീനയെ അറിയാനായിട്ട് ശ്രമിച്ചിട്ടുണ്ടോ എന്ന് മനു ചോദിക്കുന്നു. ഞാനെന്തിന് കണ്ണി കണ്ട വേലക്കാരിയൊക്കെ അറിയണം? അതിൻ്റെ ആവശ്യകത എന്താണ്? അതിന് യാതൊരു ആവശ്യകതയുമില്ല. അവളെപ്പോലെ ഒരു പഠിച്ച കള്ളിയെ എനിക്കറിയാനേ താല്പര്യമില്ല എന്ന് പറയുമ്പോൾ ആരാണ് പഠിച്ച കള്ളി എന്നൊക്കെ ആൻറ്റി ഒന്ന് ചിന്തിച്ച് നോക്കുന്നത് വളരെ നല്ലതായിരിക്കും, ഉചിതമായിരിക്കുമെന്ന് മനു പറഞ്ഞു വയ്ക്കുകയാണ്. ആൻറ്റിയുടെ മനസ്സാക്ഷിയോട് ഒന്ന് രണ്ട് വട്ടം ചോദിക്കണം, ഞാൻ എത്രമാത്രം തെറ്റ് ചെയ്തിട്ടുണ്ട് എന്ന്. അപ്പോൾ ആൻറ്റിക്ക് ഭൂതകാലത്തിൽ ആൻറ്റിക്ക് സംഭവിച്ച തെറ്റുകളും ആൻറ്റി ചെയ്ത കാര്യങ്ങളും ആൻറ്റിക്ക് മനസ്സിലാകുമെന്ന് പറയുന്നത് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ആൻറ്റി ഇത്രയൊക്കെ അറിഞ്ഞ സ്ഥിതിക്ക് ഒരു കാര്യം കൂടി പറയാം. ആൻറ്റിയും അലീനയും തമ്മിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം കാരണമാണ് അങ്കിളും ആൻറ്റിയും തമ്മിലുള്ള ഇത്ര വലിയ അകൽച്ച വരാനായിട്ട് കാര്യം എന്ന് പറയുന്നു. കൂടാതെ തന്നെ എല്ലാ കഥകളും അങ്കിളിനും മക്കൾക്കും അറിയാമെന്ന് പറയുന്നൊരു കാഴ്ചയും കാണാൻ കഴിയുന്നുണ്ട്. ആൻറ്റി നേർവഴിക്ക് നടന്നിരുന്നെങ്കിൽ, മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ ആരും ഒരു പ്രശ്നത്തിനും വരില്ലായിരുന്നു. പക്ഷേ ആൻറ്റി തന്നെയാണ് ആൻറ്റിയുടെ ജീവിതം വലിച്ചു കീറിക്കൊണ്ടിരിക്കുന്നത് എന്ന് മനു പറയുന്നത് കാണാനായിട്ട് സാധിക്കും. പ്രേക്ഷകരെ, പ്രിയ കൂട്ടുകാരെ, ഒടുവിൽ വൈജയന്തി ആലോചിച്ച് ആ ഉത്തരത്തിലേക്ക് എത്തുകയാണ്. അപ്പോൾ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും വീഡിയോ ഫുള്ളായിട്ട് കാണാനും ശ്രദ്ധിക്കുക.